ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇറാൻ യുദ്ധക്കപ്പൽ മുങ്ങി 30 നാവികരെ രക്ഷപ്പെടുത്തി. ശ്രീലങ്കൻ സമുദ്രാതിർത്തിക്ക് തൊട്ടുപുറത്തായി മുങ്ങിക്കൊണ്ടിരുന്ന ഇറാൻ യുദ്ധക്കപ്പലിൽ നിന്ന് 30 നാവികരെ ശ്രീലങ്കൻ സേന രക്ഷപ്പെടുത്തി. കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതിനെ തുടർന്നായിരുന്നു അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തിയത്. 180 അംഗ ജീവനക്കാരുണ്ടായിരുന്ന കപ്പലിലെ പരിക്കേറ്റ നാവികരെ രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയതായി ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറത്ത് അറിയിച്ചു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. രക്ഷപ്പെടുത്തിയവരിൽ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നോ കപ്പലിലുണ്ടായിരുന്ന ബാക്കി നാവികരുടെ നിലവിലെ അവസ്ഥ എന്താണെന്നോ ഉള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അതേസമയം കപ്പൽ മുങ്ങാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് ശ്രീലങ്കൻ പാർലമെന്റിൽ ചൂടേറിയ ചർച്ചകൾ നടന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനു നേരെ നടത്തുന്ന സംയുക്ത സൈനികാക്രമണത്തിന്റെ ഭാഗമാണോ ഈ കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായതെന്ന് ഒരു പ്രതിപക്ഷാംഗം പാർലമെന്റിൽ ചോദ്യമുന്നയിച്ചു. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ചോദ്യത്തിന് ഉടനടി ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇറാനെതിരെയുള്ള യുദ്ധസമാന സാഹചര്യം രൂക്ഷമായിരിക്കുന്ന വേളയിൽ ഇറാൻ നാവികസേനയുടെ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിയ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. കപ്പലിന്റെ തകർച്ചയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.